നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് FC ബാഴ്സലോണ മൊണോക്കോക്കെതിരെ കളിക്കാൻ ഇറങ്ങിയാണ്. ഈ മൊണോക്കോയോടാണ് ജോൻ ഗാംബർ ട്രോഫിയിൽ 3-0 FC ബാഴ്സലോണ പരാജയപ്പെട്ടത്. അന്ന് ബാഴ്സലോണയുടെ മൈതാനത്ത് നമുക്കറിയാമല്ലോ, ജോൻ ഗാംബർ ട്രോഫി എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ ഈ സീസണിലേക്കുള്ള താരങ്ങളെ ആരാധകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മത്സരമാണ്. ആ കളിയിൽ അന്ന് ബാഴ്സയുടെ മൈതാനത്ത് 3-0 തോറ്റു എന്ന് മാത്രമല്ല, ബാഴ്സലോണയുടെ ആരാധകരെ രണ്ടാം പകുതിയിൽ സ്വന്തം ടീമിനെ കൂവുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അവിടെ നിന്ന് പക്ഷേ ബാഴ്സലോണ തിരികെ വന്നത് എല്ലാവരെയും കൈയടിപ്പിക്കുന്ന രൂപത്തിലുള്ള റിസൾട്ടും കൊണ്ടാണ്. ലലീഗയിൽ കളിച്ച 5 കളിയും വിജയിച്ച് 1-ാം സ്ഥാനത്താണ് ഹൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ. ഇപ്പോൾ ഇനി പുതിയ ഫോർമാറ്റിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കളിക്കാനുള്ളതോ ജോൻ ഗാംബർ ട്രോഫിയിൽ തങ്ങൾ അപമാനിച്ചു വിട്ട അതേ മൊണോക്കോക്കെതിരെ കളി മൊണോക്കോയുടെ മൈതാനത്താണ്. കോച്ച് ഫ്ലിക്കിനോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളത് ചോദിച്ചു, മൊണോക്കോക്കെതിരെ കളിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, നമ്മൾ ജോൻ ഗാംബർ ട്രോഫിയിലെ മത്സരത്തെ നാളത്തെ കളിയുമായിട്ട്, അദ്ദേഹം ഇന്നലെ പറയുകയാണ്, നാളത്തെ കളിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ ഒരു ഗെയിമിന് വരുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ, വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ജോൻ ഗാംബർ ട്രോഫിയും ഈ കളിയും 2 സിറ്റുവേഷൻസാണ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഞങ്ങളുടെ പ്ലെയേഴ്സ് എല്ലാം ഈ കളി കളിക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. 5 മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UCL വിജയിക്കാൻ ബാഴ്സലോണക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. അതേസമയം മൊണോക്കോയുടെ കോച്ച് ആദി ഹെറ്ററിനോട് ഈ കാര്യം തന്നെ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, ജോൻ ഗാംബർ ട്രോഫിയിൽ ഞങ്ങൾ വിജയിച്ചു ശരിയാണ്, പക്ഷേ ആ മത്സരത്തെ ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട. കാരണം അതിനുശേഷം ബാഴ്സലോണ കളിച്ച 5 കളികളും വിജയിച്ചു, 17 ഗോളുകൾ അവരടിച്ചു എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3 ഗോൾസ് പെർ ഗെയിമാണ്. സോ ദാറ്റ്സ് എ ലോട്ട്. നമുക്ക് ജോൻ ഗാംബർ ട്രോഫി വെച്ച് ഈ കളി അളക്കാൻ പറ്റില്ല എന്ന് തന്നെ ആദി ഹെറ്ററും പറയുന്നു. ചുരുക്കത്തിൽ അത് പഴങ്കഥ. അത് പറഞ്ഞ് ബാഴ്സലോണയെ ആരും വെല്ലുവിളിക്കാൻ വരേണ്ടതുമില്ല, അങ്ങനെ വെല്ലുവിളിക്കുന്നുമില്ല. ഈ മത്സരം, ഇന്നത്തെ കളി, അതൊരു പെരുങ്കളിയായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.